കണ്ണൂർ സദ്യകളിലെ പ്രധാനപ്പെട്ട ഐറ്റമാണ് നാരങ്ങക്കറി. നാരങ്ങക്കറി ഉണ്ടാക്കുന്നതിനായി മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരുണ്ട പുളി കുതിർത്ത് പിഴിഞ്ഞരിച്ചെടുത്ത് വെക്കണേ. നാരങ്ങ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വട്ടിയും കുരുവും കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്ത് വെക്കുക. ചട്ടിയിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതൊന്ന് കട്ടാതിരിക്കാനും കലക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അഴിച്ചു വെച്ച പുളിവെള്ളം അതിൽ ഒഴിക്കുന്നു. കുറച്ചധികം വെള്ളം ഒഴിക്കണം. 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് കുറുകാൻ വേണ്ടിയാണ്. 1 ഇറ്റ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് തിളച്ച് മറിയാതിരിക്കാൻ. ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ 1 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ അരിഞ്ഞ് വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ 2 സ്പൂൺ ഉപ്പ്, പുളിയൊക്കെ ഉള്ളതല്ലേ, ഉപ്പ് നല്ലോണം വേണ്ടി വരും. നാരങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വേവിക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഓഫാക്കണം. പിന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഈ കറി തണുക്കുമ്പോൾ നല്ലോണം കുറുകി വരും. പുളിയും വെല്ലുവലൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ വറുത്തിട്ടു. ഇത് കറിയായും അച്ചാറായും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യൂ.